ശരിയാ, നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ബോഡിക്ക് കിട്ടുന്ന ന്യൂട്രീഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പം എല്ലാവരും കാലറീസ് നോക്കും, പക്ഷേ ഇതിൻ്റെയൊക്കെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും ആണ്. എക്സ്പേർട്സിന് കാര്യം വിട്ടേ, പക്ഷേ പല ബിഗിനേഴ്സിനും മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും അറിയത്തില്ല. മാക്രോ ന്യൂട്രിയൻസ് ഉള്ളത് നമുക്ക് വളരെ ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസ് ഉള്ളത് വളരെ സ്മോൾ ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ബോഡി ഫംഗ്ഷന് വേണ്ട കാര്യങ്ങളാണ്. ഇനി മാക്രോ ന്യൂട്രിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയുടെ മെയിൻ എനർജി സോഴ്സാണ്. പ്രോട്ടീൻ മസിൽ ബിൽഡിങ്ങിനും റിക്കവറിക്കും. ഫാറ്റ്സ് അത് ഹോർമോൺ ഡെവലപ്മെൻറ്റിനും ഓവറോൾ ഹെൽത്ത് സപ്പോർട്ടിനും വേണ്ടിയിട്ടുള്ളത്. ഇനി അതേപോലെയുള്ളതാണ് മൈക്രോ ന്യൂട്രിയൻസ്. അതിൽ വരുന്നത് വൈറ്റമിൻസും മിനറൽസും ആണ്. ഇനി നമുക്ക് നമ്മുടെ കോമൺ ആയിട്ട് കിട്ടുന്ന മാക്രോസ് നോക്കാം. മീറ്റ് പ്രോട്ടീൻ സോഴ്സാണ്. റൈസ് നല്ലൊരു കാർബ് സോഴ്സാണ്. അതുപോലെ ഫാറ്റിനും പ്രോട്ടീനും വേണ്ടി നമുക്ക് എഗ്ഗ് യൂസ് ചെയ്യാം. ഹോൾ എഗ്ഗ് വളരെ ന്യൂട്രീഷൻ ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇനി മൈക്രോസ് നോക്കുകയാണെങ്കിൽ വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നും കിട്ടും. ഇനി അടുത്ത തവണ ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പം കാലറീസ് മാത്രം നോക്കാതെ ഈ മാക്രോസും മൈക്രോസും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡയറ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കും. നല്ല റിസൾട്ട് ആയിരിക്കും.